ശബരിമലയിലെ തിരുവിതാംകൂറിന്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ രണ്ടുപേര് മോഷണ കുറ്റത്തിന് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി ഒരു നടപടി CPM സ്വീകരിക്കുന്നു. പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അതിൻ്റെ കൂടി മന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ജീപ്പിന് നേരെ നിരപരാധികളായ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പിന് ബോംബെറിഞ്ഞിട്ട് അതിൽ കോടതി 20 വർഷം ശിക്ഷിച്ച ഒരാൾ CPMന്റെ സ്ഥാനാർത്ഥിയാണ്. ഒരു നടപടി സ്വീകരിക്കും. ഒരു ധാർമ്മികതയുടെയും പ്രശ്നമില്ല എന്നാണ് DYFI. അതായത് നാട്ടിൽ നീതിയും നിയമവും നടപ്പാക്കുന്ന പോലീസ് ജീപ്പിന് നേരെ ഗുണ്ടകളെ പോലെ ക്രിമിനലുകളെ പോലെ ബോംബെറിഞ്ഞ് അവരെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 20 വർഷം തടവിന് ശിക്ഷിച്ചവനെയും കൊണ്ടുവരിക. അപ്പം മോഷ്ടാക്കളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM. അതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. എന്ത് കുറ്റം ചെയ്താലും എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അവരെ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, മോഷ്ടാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അയ്യപ്പൻ്റെ സ്വർണം വരെ, അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം വരെ മറിച്ച് കോടി ആളുകൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് CPM. ഈ തെരമ്പിൻ്റെ ഈ ഇരട്ടമുഖം ഉറപ്പായി ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു വളരെ കൃത്യമായി ഞാൻ